ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ BHIC 101 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ ഇഗ്നോയിലെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 6 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യൂണിറ്റ് 6 ഹാരപ്പൻ സിവിലൈസേഷൻ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു, ടീച്ചറെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതല്ലേ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷൻ 1 ആണ് നമ്മൾ നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത്തവണ നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ സെക്കൻഡ്, അതുപോലെ തന്നെ ഇതിന് തുടർച്ചയായിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ തേർഡ്. അങ്ങനെ 3 സബ്ജക്റ്റ് ഒരേപോലത്തെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് 3 പാഠം ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യും തോന്നും. അപ്പൊ നമുക്ക് ഇനി കഥയൊന്നും പറഞ്ഞിരിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ യൂണിറ്റ് 6 ഹാരപ്പൻ സിവിലൈസേഷൻ സെക്കൻഡ്, ഈ ചാപ്റ്ററിൽ നമ്മൾ പതിവ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. വാരി വലിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻകാരുടെ എക്കണോമിക് ലൈഫ്, അവരുടെ സാമ്പത്തികപരമായ ജീവിതം, അവരുടെ ഒക്യുപ്പേഷൻസ്, അവരുടെ മതപരമായ കാര്യങ്ങൾ, റിലീജിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ എക്കോണമി ആൻഡ് ഹാരപ്പ. അവരുടെ എക്കോണമി ലൈഫ് എങ്ങനെയായിരുന്നു, അതിനകത്ത് കുറച്ച് സബായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അഗ്രികൾച്ചർ എന്നും ക്രാഫ്റ്റ്, പോട്ടറി, അതുപോലെ തന്നെ വീവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബീഡ് മേക്കിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വെയർ ദ മേജർ എലമെന്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്തൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷന്റെ മേജർ എലമെന്റ്സ്, അത് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഹാരപ്പൻ സിവിലൈസേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻകാരുടെ ഡ്രെയിനേജ് സിസ്റ്റം. അത് നമുക്ക് ചോദിക്കും. അത് കഴിഞ്ഞ ശേഷം ലിസ്റ്റ് ദ മെയിൻ സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻകാരുടെ മെയിൻ ആയിട്ടുള്ള സൈറ്റ് ചോദിക്കും. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻകാരുടെ ട്രേഡ് സിസ്റ്റം ചോദിക്കും. ഇത്രയാണ് നമ്മുടെ പാഠത്തിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഞാൻ എടുത്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ടെക്സ്റ്റ് വലുതാണ്, പാഠം വലുതാണെന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. എന്താണോ എക്സാമിന് നമുക്ക് ചോദ്യകർത്താവിന് വേണ്ടത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ എപ്പോഴും പറയും, ടെക്സ്റ്റ് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് കഴിയില്ല. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എക്കോണമി ആൻഡ് ഹാരപ്പൻസ്. ഹാരപ്പൻകാരുടെ മെയിൻ ആയിട്ടുള്ള എക്കോണമി, അവരുടെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ എങ്ങനെയായിരുന്നു. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഓക്യുപ്പൈഡ് ആൻഡ് വേരിയഡ് ലാൻഡ്സ്കേപ്പ്. ഇറ്റ് ഇൻക്ലൂഡ് അലുവിയൽ പ്ലാന്റ്സ്. ഇവര് ഫലഭൂഷ്ടമായ സ്ഥലത്താണ് എന്ത് ചെയ്തത്, കൃഷി ചെയ്തത്. ഫലഭൂഷ്ടമായ സ്ഥലം എന്ന് പറയുമ്പോൾ നദിക്കരയിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്തത്, താല്പര്യപ്പെട്ടത്. നദിക്കരയിൽ. എന്തുകൊണ്ടായിരിക്കാം നദിക്കരയിൽ കൃഷി ചെയ്യാനായിട്ട് അവർ മുന്നോട്ട് വരാൻ കാരണം വേറൊന്നുമല്ല, വെള്ളം, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്, നദിക്കരയിലാണ്. അപ്പൊ നദിയുടെ കരയിലൊക്കെയുള്ള ചെടികളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വളരെ ഭയങ്കരമായിട്ട് തഴച്ചു വളരുന്ന രീതിയിലാണ് അവിടെയുള്ള ചെടികളെ. അതുപോലെ തന്നെ ചെറിയൊരു സസ്യമായാലും ചെറിയൊരു വൃക്ഷമായാലും എല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്യും, പുഷ്ടി പ്രാപിച്ച് താഴ്ച നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം വെള്ളത്തിന്റെ സ്വാധീനം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവിടെ ആ ഒരു പ്രദേശത്തുള്ള വെള്ളത്തിന്റെ ആ ഒരു കണ്ടന്റ് കാരണമാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്, തഴച്ചു വളരാനായിട്ട് കാരണം. അതുപോലെ ഇവരുടെ കൃഷി രീതിയും എവിടെയായിരുന്നു, നമ്മുടെ റിവർ വാലിയിൽ അല്ലെ റിവർ സൈഡിൽ ആയിരുന്നു. പിന്നെ ദ മെയിൻ സോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് റീകൺസ്ട്രക്ട് സബ്സ്റ്റൻസ് പാറ്റേൺ വിൻഡസ് പീപ്പിൾ ആർ പ്ലാന്റ് റിമാൻസ് ആനിമൽസ് ബോൺസ് ആർട്ട് ക്രാഫ്റ്റ് മോട്ടിവേറ്റ് സീൽസ് ആൻഡ് പോട്ടറി. ഇവർക്ക് എന്തിലൊക്കെ ഉണ്ടായിരുന്നു, അനിമൽസിനെ ഇണക്കി വളർത്തുന്നതിലും അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, പോട്ടറി, മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിലും ഒക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു, പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് അഗ്രികൾച്ചർ എന്നും എന്താണ് ഡൊമസ്റ്റിക്കേഷൻ എന്നും അതുപോലെ എന്താണ് ക്രാഫ്റ്റ്, പോട്ടറി, ഇങ്ങനെ സബായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കാനുള്ളത് അഗ്രികൾച്ചർ എന്താണ്, കൾട്ടിവേഷൻ ഓഫ് എന്താണ്. നമ്മളിപ്പോ നോക്കിയത് എന്താണ്, ഇക്കോണമി മാത്രമാണ് നമ്മൾ നോക്കിയത്. എക്കോണമിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, ബോൺസ് അല്ലെ, എല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കത് ഒരു ഇൻട്രോ മാത്രം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്താണെന്ന് ഇനി അങ്ങോട്ട് പഠിക്കാം. ഫസ്റ്റത്തത് എന്താണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൃഷി എന്താണെന്നാണ്. ദ കൾട്ടിവേഷൻ ആൻഡ് റാബി ഓർ winter crops seems to be dominant practice and Harappan civilization. Harappan civilization റാബി നമുക്കറിയാം, റാബി, സെയ്ദ്, ഹാരിഫ്, ഇങ്ങനെയുള്ള കുറെ വിളകളുണ്ട് അല്ലെ. അപ്പം
ഹാരിഫ് വിളയെന്നും റാബി വിളയെന്നും സെയ്ത് വിളയെന്നും കുറെ ഉണ്ട്. അപ്പൊ ഇതില് ഇവിടെ റാബി വിള വിന്റർ ക്രോപ്സിനാണ് പ്രാധാന്യം കൊടുത്തത് ഇവർ. വിന്റർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു ബി ഡൊമിനേറ്റ് പ്രാക്ടീസ് ഹാരപ്പൻ സിവിലൈസേഷൻ. റാബി വിള ഗോതമ്പ് കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവിടെ. പിന്നെ മെയിൻ റാബി ക്രോപ്സ് വീറ്റ്, ഞാൻ ഇപ്പൊ പറഞ്ഞ ഗോതമ്പ്, പിന്നെ എന്താണ് ബാർലി അറിയാലോ, പിന്നെ ചെറിയ ചെറിയ പയർ വർഗത്തിൽപ്പെട്ടത്, പിന്നെ എന്താണ് മസ്റ്റാർഡ്, അതായത് കടുക് വർഗത്തിൽപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃഷി ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? റാബിയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്ത റാബി വിളകളാണ്. ബാർലി, അതുപോലെ തന്നെ ഗോതമ്പ്, ഇങ്ങനെയുള്ള കാര്യം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസ് ഫൗണ്ട് ആൻഡ് സൈഡ്സ്, ഇവിടെ നിന്ന് ധാരാളം ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വീട്ടിൽ ഇണക്കി വളർത്തുന്ന അനിമൽസിനെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കാറ്റിൽ, ബഫല്ലോ, ഷീപ്പ്, ഗോട്ട്, പിഗ്, ക്യാമൽ, എലിഫന്റ്, ഡോഗ്, കാറ്റ്, അങ്ങനെ എക്സെട്ര, ഇങ്ങനെയുള്ള കുറേ അനിമൽസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അവരുടെ ഫോസിൽസ് ഒക്കെ പിന്നെ എന്ത് ചെയ്ത് പിൽക്കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി? എക്സ്കവേഷനിലൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ബഫല്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്മരിയാടുകൾ. ഇതെല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇതിനെല്ലാം ഇണക്കി വളർത്തിയിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് ഹോഴ്സ് ഈസ് കൺസിഡർ കോൺട്രിബ്യൂട്ട്സ് ഹണ്ടിങ് ആൻഡ് അനിമൽസ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? ഹണ്ടിങ്ങും അതുപോലെ തന്നെ എന്താണ്? വേട്ടയാടൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേട്ടയാടലും അതുപോലെ തന്നെ എന്താണ്? അനിമൽസിനെ ഇണക്കി വളർത്തുന്ന ജോലിയായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. അനിമൽസ് ഹണ്ടഡ് ഇൻക്ലൂഡ് വൈൽഡ് ബഫല്ലോ, ഡിയർ, വൈൽഡ്, അതുപോലെ തന്നെ എന്താണ്? പിഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? വേട്ടയാടിയിരുന്നു. അതായത് മാനിനെ, അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ പന്നി, ഇതിനെല്ലാം അവർ എന്ത് ചെയ്തു? വേട്ടയാടി ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. The Harappan thus depend multiple subsistence strategies. This was on migrate and risk. If crops failed, they could depend upon hunting. വേറൊന്നും അവിടെ പഠിക്കാനില്ല. ഹണ്ടിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം അല്ലെങ്കിൽ തൊഴിലെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ അഗ്രികൾച്ചറാണ് പഠിച്ചത്. അഗ്രികൾച്ചറിൽ എന്താണുള്ളത്? പ്രധാനപ്പെട്ട റാബി വിളയായിരുന്നു. പ്രധാനപ്പെട്ട റാബി വിള എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? വീറ്റ് അല്ലെ? വീറ്റ് ആണ് അവർ കൃഷി ചെയ്തത്. വീറ്റ് മാത്രമാണോ? അല്ല, വീറ്റ്, ബാർലി, പീ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്? അനിമൽസിനെ എന്ത് ചെയ്തു? ഇണക്കി വളർത്തിയിട്ടുണ്ട്. ബഫല്ലോ അല്ലെ? ബഫല്ലോ, അതുപോലെ തന്നെ ഷീപ്പ്, ഗോട്ട്, കാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇണക്കി വളർത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തത്? ഹണ്ടിങ് അനിമൽസിനെ എന്ത് ചെയ്തു? ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടയാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ എന്ത് ചെയ്തു? ഇണക്കി വളർത്തുകയും ചെയ്തു. ഒരു പരിധി വരെ ഇണക്കി വളർത്തുകയും ചെയ്തു. പിന്നെ എന്താണ്? ആഹാരത്തിന് വേണ്ടി വേട്ടയാടുകയും ചെയ്തു. അവരുടെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് ക്രാഫ്റ്റ് എന്ന് നോക്കാം. എന്താണ് ഇവിടെ ക്രാഫ്റ്റ്? ദ വൈൽഡ് റേഞ്ച് ഓഫ് ക്രാഫ്റ്റ് പ്രാക്ടീസ് ഇൻ ദ മെച്യൂർ പീരീഡ്. സി ടേംസ് ഓഫ് ടെക്നോളജിക്കൽ പ്രോസസ് ഫ്രം ദ പ്രിസീഡിങ് പീരീഡ്. ഇവർക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ്, കരകൗശല കാര്യങ്ങള്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൈകൊണ്ട് ചെയ്യുന്ന കൈപ്പണികൾ ഒക്കെ കൃഷി ചെയ്യാനായിട്ട്, കൈകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇവർ വളരെ എന്താണ്? അഗ്രഗണ്യരായിരുന്നു. ബിസൈഡ് ദ റേഞ്ച് ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് എക്സ്പാൻഡഡ്, ഇറ്റ് സീംസ് ഫ്രം ദ ആർക്കിയോളജി റെക്കോർഡ് ദാറ്റ് ദ ഹാരപ്പൻ യൂസ്ഡ് മോർ കോപ്പർ ആൻഡ് ബ്രോൺസ്. അതായത് വെങ്കലത്തെക്കാൾ കൂടുതലായിട്ട് എന്തിനു ഉപയോഗിച്ചു? ചെമ്പാണ് ഇവര് ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്തിനും അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? എന്ത് മെറ്റലാണ്? നമ്മുടെ വെങ്കലത്തെക്കാളും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ചെമ്പാണ്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. വെങ്കലത്തെക്കാളും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചെമ്പാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ക്രാഫ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കുന്നത്? പ്രാക്ടീസ് മെച്യൂർ പീരീഡ്, സീം ഐഡന്റിഫൈ ടേംസ് ഓൺ ടെക്നോളജിക്കൽ പ്രോസസ്. പിന്നെ എന്താണ്? ആർക്കിയോളജിക്കൽ റെക്കോർഡ് ദാറ്റ് ദ ഹാരപ്പൻസ് യൂസ്ഡ് ഫോർ മോർ ബ്രോൺസ്. അതായത് വെങ്കലത്തെക്കാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചത് എന്താണ്? ചെമ്പാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇതാണ് ക്രാഫ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി പോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? ദ മോസ്റ്റ് കോമൺ പോട്ടറി ഒക്കേറിംഗ് ഇൻ ദ ഹാരപ്പൻ സൈറ്റ്സ്. ധാരാളം കളിമൺ പാത്രങ്ങൾ, ടെറാക്കോട്ടയിൽ അല്ലെ, ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ധാരാളം കളിമൺ പാത്രങ്ങൾ ഇവരുടെ എന്താണ്? പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വീല്, ആ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രം. നമുക്കറിയാം കുശവന്റെ ചക്രം എന്ന് പറയാം അല്ലെ. ആ ഒരു ചക്രത്തിൽ വെച്ചിട്ടാണ് ഇവർ പോട്ടറി നിർമ്മിക്കുന്നത്, കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഒരു ചക്രവും പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ്? ഉണക്കിയ ഇഷ്ടികകൾ, അതായത് ചൂടാക്കി ഉണക്കിയ ഇഷ്ടികകൾ എന്ത് ചെയ്യുന്നു? സ്ഥലത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പോട്ടും ഉണ്ടായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ള പോട്ടും ഉണ്ടായിരുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ചെടികളൊക്കെ വളർത്താൻ വേണ്ടി പ്ലെയിൻ ആയിട്ടുള്ള പോട്ടുകളുണ്ട്. അതിൽ നല്ല എന്താണ്? പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുള്ള പോട്ടുകളും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഇവരുടെ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്കറിയാം വീടുകളിലൊക്കെ നമ്മൾ ചായ കുടിക്കുന്ന മഗ്ഗൊക്കെ ഉണ്ട്, തറയിൽ വീണ പൊട്ടിപ്പോകും. അപ്പൊ അതില് നല്ല ചിത്രപ്പണികളോടുള്ള കപ്പുകളും ഉണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരുടെ എന്താണ്?
കഴിവാണ്. ഇവരുടെ വൈദഗ്ധ്യത്തെ എന്ത് ചെയ്യുന്നു? വിളിച്ച് ചേർക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയാ, റെഡിഷ് ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ളതും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? കറുത്തതുമായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് ചുവപ്പ് കളറിലുള്ള അല്ലെങ്കിൽ റെഡ് കളറിലുള്ള പോട്ടുകളും അതുപോലെയുള്ള ഉപകരണങ്ങൾ, അതുപോലെയുള്ള പാത്രങ്ങളും വെസൽസും ഒക്കെ അവർ എന്ത് ചെയ്തു? നിർമ്മിച്ചിരുന്നു. ബ്രൗൺ സൈഡിലോട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇവർ എന്ത് ഉപയോഗിച്ചു? അയൺ ഓക്സൈഡും അതുപോലെ ബ്ലാക്ക് മാഗ്നീസും. ഓക്കെ, ഇതിന് ആ കളർ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? അയൺ ഓക്സൈഡും അതുപോലെ ബ്ലാക്ക് മാഗ്നീസും. ദ പോട്ടറി ഒക്യൂസ് ഇൻ ഷേപ്പ് like this shown stand vase with yes portal small vessels with noble decoration. ചില എന്താണ് പോട്ടുകൾ അതെന്തിനു ഉപയോഗിക്കും? ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ചിലത് എന്താണ് അവർക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർ ഉപയോഗിച്ചിരുന്നു. പോട്ടറി കൈൻസ് ആൻഡ് ഫൗണ്ട് ഇൻ മോഹൻജോദാരോ. എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയത്? മോഹൻജോദാരോയിൽ നിന്നും കണ്ടെത്തി, ഹരപ്പയിൽ നിന്ന് കണ്ടെത്തി, അതുപോലെ ചാൻകുദാരോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള ഹരപ്പൻ സൈറ്റുകളിൽ നിന്ന് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? പോട്ടറി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ എന്താണ് പാത്രങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് കളിമണ്ണിലുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമ്മൾ പഠിച്ചത് എന്താണ്? പോട്ടറിയാണ് പഠിച്ചത്. പോട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പോട്ടറി ആയിരുന്നു. പോട്ടറി എങ്ങനെയാ ചെയ്തത്? വീലും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവർ എന്തിനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു? കളിമൺ പാത്ര നിർമ്മാണത്തിനുള്ള കഴിവ് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് എന്താണ്? ദർ ആർ ബോത്ത് പ്ലെയിൻ ആയിട്ടുള്ള പോട്ടറി ഉണ്ടായിരുന്നു, അതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പോട്ടുകളും ഉണ്ടായിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള പോട്ടറി ഉണ്ടായിരുന്നു, ഡെക്കറേറ്റ് ചെയ്ത പോട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? കളർ അടിച്ചിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള പോട്ടറികളും ഉണ്ടായിരുന്നു, ഡാർക്ക് റെഡിഷ് കളറുള്ള പോട്ടറികളും ഉണ്ടായിരുന്നു. ഇതിന് എങ്ങനെയാ കളർ കൊടുക്കുന്നത്? അയൺ ഓക്സൈഡും അതുപോലെ തന്നെ ബ്ലാക്ക് മാഗ്നീസും ആണ് കളർ കൊടുക്കുന്നത്. ദ പോട്ടറി ഒക്യൂസ് ഇൻ ഷേപ്സ് ലൈക്ക് ഡിഷ് ഓൺ സ്റ്റാൻഡ് വേസ് വിത്ത് എസ് പോർട്ടൽ സ്മാൾ വെസൽസ്. അല്ലെ, ചെറിയ ചെറിയ സ്മാൾ ആയിട്ടുള്ള വെസൽസും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജോദാരോ, ഹരപ്പ, ചാൻകുദാരോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് മെറ്റലർജി? മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹശാസ്ത്രം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ് ലോഹശാസ്ത്രം. ഹാരപ്പൻസ് വെയർ ഓൾവേസ് കോപ്പർ, ഗോൾഡ് ആൻഡ് സിൽവർ മെറ്റലർജി. അവർക്ക് കോപ്പറിനുള്ളതും ഗോൾഡിനുള്ളതും സിൽവറിനുള്ളതും എന്തുണ്ടായിരുന്നു? കഴിവ് ഉണ്ടായിരുന്നു. അത് ലോഹ നിർമ്മാണം അല്ലെങ്കിൽ ലോഹശാസ്ത്രം ഉണ്ടായിരുന്നു. കോപ്പർ വാസ് വൈഡ്ലി യൂസ്ഡ്. കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? കോപ്പർ ആണ്. ഓക്കെ, ഈ വെപ്പൺസ് എങ്ങനെയായിരുന്നു? അഗ്രികൾച്ചർ ടൂൾസ്, സിക്കിൾസ്, അരിവാൾ ഷേപ്പില്, കാർപ്പൻട്രി ടൂൾസ് ലൈക്ക് ചിസൽസ് എന്ന് എന്താണ്? ഉളി, അല്ലെ, ഉളി, അതുപോലെ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ, പിന്നെ ഫിംഗർ റിങ്സ്, കയ്യിലിടുന്ന മോതിരങ്ങൾ, ബാംഗിൾസ്, വളകൾ, ഇയറിങ്സ്, കമ്മലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഈ ലോഹത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിഷ് ഹൂക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂണ്ട, അല്ലെ, ചൂണ്ട, നീഡിൽസ്, സൂചി, ഇങ്ങനെയുള്ള സ്കെയില്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ട്. എ ലാർജ് എമൗണ്ട് ഓഫ് കോപ്പർ ഓക്സൈഡ് ഡിസ്കവർഡ്. ഒരുപാട് ധാരാളം എന്താണ് കോപ്പറിന്റെ എന്താണ് അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? മോഹൻജോദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം അവശിഷ്ടങ്ങൾ, അതായത് കോപ്പർ ഉപയോഗിച്ചിരുന്ന ഒന്നുണ്ട ഏറ്റവും കൂടുതലായിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? നമ്മുടെ മോഹൻജോദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ലോഹശാസ്ത്രത്തിനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ലോഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാരപ്പൻസ് വെയർ അവർക്ക് കോപ്പർ, അല്ലെ, ചെമ്പ്, ഗോൾഡ്, വെള്ളി ഇവയെ കുറിച്ചിട്ടൊക്കെ ഉള്ള അറിവുണ്ടായിരുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റലർജി എന്ന് വിളിക്കുന്നത്. കൂടുതലായിട്ട് എന്താ ചെയ്തിരുന്നത്? വെപ്പൺസും അഗ്രികൾച്ചർ, അല്ലെ, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇവർ ഈ കോപ്പർ ഉപയോഗിച്ചത്. കാരണം അതുകൊണ്ടല്ലേ നമുക്ക് നൈഫ് ആയാലും അതുപോലെ തന്നെ എന്താണ് ഉളി കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ എന്തൊക്കെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്? ആഭരണങ്ങൾ നിർമ്മിച്ചു, കയ്യിലിടുന്ന ബാംഗിൾസ്, റിങ്സ്, അതുപോലെ തന്നെ ഇയറിങ്സ്, പിന്നെ ഫിഷ് ഹൂക്സ്, നീഡിൽസ്, സ്കെയില്, ഇതെല്ലാം എന്തിൽ നിന്ന് ഉപയോഗിച്ചു? ഇവർ ഈ മെറ്റലർജിയിൽ നിന്ന്, ലോഹങ്ങളിൽ നിന്ന് നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതിന്റെ ഒരു കൂട്ടം എന്താണ് ഡിസ്കവേർഡ് എവിടെ നിന്ന് കണ്ടെത്തി? നമ്മുടെ മോഹൻജോദാരോയിൽ നിന്ന് കണ്ടെത്തി. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് ബീഡ് മേക്കിംഗ് എന്നാണ് എന്താണ്? മുത്ത് നിർമ്മാണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ, ഇനിയും ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ചിരിക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ അകത്തുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോട്ടറി, ഒന്ന് ക്രാഫ്റ്റ്, പിന്നെ എന്താണ് അഗ്രികൾച്ചർ, അതുപോലെ മെറ്റലർജി. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ബീഡ് മേക്കിംഗ് എന്ന് എന്താണ്? മുത്ത് നിർമ്മാണം എന്ന് പറയുമ്പോൾ ദ മോസ്റ്റ് ഫേമസ് ആർട്ട് മാനുഫാക്ചർ ഹാരപ്പൻസ് ദെയർ ബീഡ്സ്.
ഇവർക്ക് മുത്തുകൾ കൊണ്ടുള്ള കഴിവുണ്ടായിരുന്നു. മുത്തുകൾ കൊണ്ട് എന്ത് ചെയ്യും, ധാരാളം എന്ത് ചെയ്യും, അവർക്ക് ഓരോ ഓർണമെന്റ്സ് ഉണ്ടാക്കാനായാലും ഒക്കെയുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. സം ലൈക്ക് ബീഡ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ആൻഡ് ടൈം ബീഡ്സ് ബോത്ത് പ്രീഷ്യസ് മെറ്റൽസ്. മുത്ത് എന്ന് പറയുന്നത് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരുന്നു. ഗുഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരുന്നു. കാരണം എന്താണ്, ആ മുത്തുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ധാരാളം കഴിവുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതും ഓരോ ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ളതും കഴിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ലാപ്പിസ് ആൻഡ് നോണസ് ദിസ് ഈസ് മീൻസ് ക്രാഫ്റ്റ് ഹൈലി സ്പെഷ്യലിസ്റ്റ് ആക്ടിവിറ്റി. ഇവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ബീഡ്സ് എന്ന് പറയുന്നത്. ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിരുന്നു ബീഡ്സ് എന്ന് പറയുന്നത്, മുത്തുകൾ കൊണ്ടുള്ള ആക്ടിവിറ്റി. മുത്തുകൾ കൊണ്ട് നിങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്ക്. ഇയറിങ്സ് നിർമ്മിക്കാൻ കഴിയും, ബാംഗിൾസ് നിർമ്മിക്കാൻ കഴിയും. എന്തിന്, നമ്മുടെ ചെയിൻസ് അല്ലെ, മാലകള്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാനായിട്ട് കഴിയും. പിന്നെ വർക്ക്ഷോപ്സ്, ഒരുപാട് ഇതിന്റെ ഈ മുത്തുകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ എവിടെ നിന്നാണ്, ചാൻഹുദാരോ അല്ലെ. ചാൻഹുദാരോ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനും പഠിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലമാണ് ചാൻഹുദാരോ. ഈ ചാൻഹുദാരയിൽ നിന്ന് മുത്ത് നിർമ്മാണത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കുന്നത് ഏത് സ്ഥലത്തെയാണ്, ചാൻഹുദാരോ ആണ്. ഓക്കെ, മുത്ത് നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്, ചാൻഹുദാരോ ആണ്. അപ്പൊ ചാൻഹുദാരയിൽ നിന്നും ലോത്തലിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് മുത്ത് നിർമ്മാണത്തിലുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്തൊക്കെയാണ്, നമ്മുടെ ബീഡ് മേക്കിംഗ് പഠിച്ചു, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെറ്റലർജി ഒക്കെ പഠിച്ചു. അപ്പൊ ഇവർക്ക് മുത്ത് നിർമ്മാണത്തിലുള്ള കഴിവുണ്ടായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് വെയർ ദ മേജർ എലമെന്റ്സ് ഓഫ് ഹാരപ്പൻ റിലീജിയൻ. ഇവർക്ക് ആരാധന എങ്ങനെയായിരുന്നു, ഇവരുടെ മതപരമായ വിശ്വാസം എങ്ങനെയായിരുന്നു എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മതപരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർക്ക്. സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ റിലീജിയസ് ലൈഫ് ഇൻക്ലൂഡ് വർഷിപ്പ് ഓഫ് ദ മദർ ഗോഡ്സ്. അവർ എന്താ ചെയ്യുന്നത്, മദർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മദർ ഗോഡസ് ഇവർക്ക് എന്താണ്, ഒരു മാതൃദേവത അല്ലെ, ദേവതയെ എന്ത് ചെയ്തു, ആരാധിച്ചിരുന്നു. വർഷിപ്പ് ഓഫ് എ മെയിൽ ഡെയിറ്റി ആൻഡ് മോസ്റ്റ് ലൈക്ക് ടു ബി ലോർഡ് ശിവ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ദൈവം എന്ന് പറയുന്നത് ലോർഡ് ശിവയാണ്. ലോർഡ് ശിവ എന്ന് പറഞ്ഞാൽ ശിവഭഗവാനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എത്തി. വാട്ട് വെയർ ദ മേജർ എലമെന്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ റിലീജിയൻ. ഹാരപ്പൻകാരുടെ മതരീതി, വിശ്വാസ രീതി എങ്ങനെയെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ഹാരപ്പൻകാരുടെ മതം എങ്ങനെയായിരുന്നു. ഇന്നത്തെ പോലെ വർഷിപ്പ് സെന്ററുകളോ ആരാധന ആലയങ്ങളോ ആരാധന ഒരു സിസ്റ്റമോ ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. പക്ഷെ അവർ എങ്ങനെയാ ആരാധിച്ചിരുന്നത്, വർഷിപ്പ് ഓഫ് മദർ ഗോഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാതൃദേവതയെ എന്ത് ചെയ്തു, ആരാധിച്ചിരുന്നു. ലോർഡ് ശിവ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശിവഭഗവാനെ ആരാധിച്ചിരുന്നു. വർഷിപ്പ് ഓഫ് ആനിമൽസ് നാച്ചുറൽ സെമി ഹ്യൂമൻ ഓർ ഫാബുലസ്. അനിമൽസിനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ആരെ ആരാധിച്ചിരുന്നു, അനിമൽസിനെ ആരാധിച്ചിരുന്നു. അതായത് കാള, അതുപോലെ തന്നെ എന്താണ്, പാമ്പ്, ഇങ്ങനെയുള്ള പൂച്ച, ഇങ്ങനെയുള്ള മൃഗങ്ങളെ ആരാധിച്ചിരുന്നു. നാച്ചുറിനെ ആരാധിച്ചു. നാച്ചുർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. പ്രകൃതിയിലെ ഇടി, മഴ, മിന്നൽ ഇവയെ ആരാധിച്ചിരുന്നു. പിന്നെ എന്താണ്, സൂപ്പർസ്റ്റിഷ്യസ് പവേഴ്സ് ആണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ആരാധിച്ചിരുന്നു. വർഷിപ്പ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൃക്ഷ ആരാധന, ആൽമരത്തെയൊക്കെ എന്ത് ചെയ്തു, ആരാധിച്ചിരുന്നു. പിന്നെ വർഷിപ്പ് ഓഫ് ഇൻ അനിമൽ സ്റ്റോൺ ആൻഡ് അതർ ഒബ്ജക്ട്സ് ലിംഗ ആൻഡ് യോനി സിംബൽസ്. അതായത് നമ്മൾ എന്താണ്, ഹ്യൂമന്റെയും അതുപോലെ തന്നെ ലിംഗാരാധന എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമന്റെയും മെയിൽസിന്റെയും റീപ്രൊഡക്ഷൻ ഓർഗൻസ് ഉണ്ടല്ലോ, അവയെ എന്ത് ചെയ്തു, അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ അതിന്റെ ലിംഗാരാധന എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ആ ഒരു ശരീരത്തിലെ അവയവത്തിന്റെ രീതിയിലുള്ള ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. പിന്നെ കല്ലുകളെ ആരാധിച്ചിട്ടുണ്ട്. അതാണ് ശിവലിംഗം എന്ന് പറയും. കല്ലുകളെ എന്ത് ചെയ്തു, ആരാധിച്ചിരുന്നു. ബിലീഫ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അവർ വിചാരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു ജനനം കൂടെയുണ്ട്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ജീവിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഇവർ ആരാധിച്ചിരുന്നു. നോ ടെമ്പിൾസ് ഓൺ റിലീജിയസ് ബിൽഡിങ്സ്. അവർക്ക് എന്താണ്, ആരാധിക്കാനായിട്ടുള്ള ഒരു ടെമ്പിൾസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അവർക്കൊരു കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ പോകും, മുസ്ലിംസ് ആണെങ്കിൽ മോസ്കിൽ പോകും, ഹിന്ദുസ് ആണെങ്കിൽ അവിടെ ടെമ്പിൾസ് പോകും. ഇവർക്ക് അങ്ങനെ ഒരു ആരാധന ആലയമോ ഒരു പ്രാർത്ഥന ആലയമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വർഷിപ്പ് ഓഫ് ശിവ ഓർ പശുപതി.
ശിവഭഗവാനെയും അല്ലെങ്കിൽ പശുപതിയൊക്കെയാണ് എന്ത് ചെയ്തത്? ശിവ തന്നെയാണ് പശുപതി എന്ന് പറയുന്നത്. അതിനെയാണ്, ആ ദൈവത്തെയാണ് എന്ത് ചെയ്തത്? ആരാധിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ റിലീജിയസ് ചോദിച്ചു കഴിഞ്ഞാൽ, വേർഷിപ്പ് ഓഫ് ദ മദർ ഗോഡസ്, വർഷിപ്പ് ഓഫ് മദർ ഗോഡസ് അല്ലെ, മാതൃദേവതയെ ആരാധിച്ചിരുന്നു. പിന്നെ എന്താണ് ഇവിടെ പറയുന്നുണ്ട്, എന്താണ് ലോർഡ് ശിവനെ ആരാധിച്ചിരുന്നു, പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു, പിന്നെ ട്രീസ് അല്ലെ, ട്രീസിനെ ആരാധിച്ചു, സ്റ്റോൺസിനെ ആരാധിച്ചു, കല്ലുകളെ ആരാധിച്ചു. പിന്നെ ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ജീവിക്കും എന്നുള്ളൊരു സിസ്റ്റത്തിൽ ആരാധിച്ചു. ഒരു ടെമ്പിൾസോ ഒന്നും തന്നെ അവർക്ക് ഇല്ലായിരുന്നു. ശിവഭഗവാനെയാണ് കൂടുതലായിട്ട് ആരാധിച്ചിരുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്കസ് ദ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഹാരപ്പൻ സെറ്റിൽമെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു? ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ്? ടൗൺ പ്ലാനിങ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വേർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റഡ് ഇറ്റ് ഫ്രം ദ അതർ സിവിലൈസേഷൻ. ദിസ് ഫേമസ് സിവിലൈസേഷൻ ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് ഒരു കൃത്യമായ ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്കുണ്ടാകും. ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്? അഴുക്കുചാൽ സമ്പ്രദായം, കൃത്യമായ ഒരു അഴുക്കുചാൽ സമ്പ്രദായം ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം ടൗൺ പ്ലാനിങ് ആണ്, അതായത് വീടിനുള്ളിലെ അവരുടെ വൃത്തിയാണ്, ഹൈജീൻ ആണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വൃത്തിയാണ് കൂടുതലായിട്ട് പറയുന്നത്. വേർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഫ്രം ദ അതർ സിവിലൈസേഷൻ. ദിസ് ഫേമസ് സിവിലൈസേഷൻ ഇസ് ആൾസോ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇവിടെ സിവിലൈസേഷൻ, ഈ ഹാരപ്പൻ സിവിലൈസേഷന് വേറൊരു പേര് ഇവിടെ അറിയപ്പെടുന്നുണ്ട്. എന്തെന്ന് അറിയപ്പെടുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തെന്ന് അറിയപ്പെടുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ടൗൺ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ഇവിടെ വീടിനുള്ളിലെ അഴുക്ക് ജലം അല്ലെങ്കിൽ എന്താണ് മലിനമായ ജലം വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ മുറ്റത്തു കൂടെ ഒഴുകി നടക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നഗരാസൂത്രണം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, അതായത് നഗരത്തിലെ എല്ലാ വീടുകളെയും കണക്ട് ചെയ്യുന്ന ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതുവഴി എന്ത് ചെയ്യും? മലിനജലം ഒഴുകിപ്പോകും. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാഡ് സൈറ്റ്സ് ദാറ്റ് വെയർ എക്യുപ്ഡ് കോംപ്ലക്സ് വാട്ടർ ആൻഡ് സ്ട്രീം സിസ്റ്റം. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താണ് വാട്ടർ സിസ്റ്റം, അതുപോലെ തന്നെ മലിനജലം ഒഴുകാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഹൗസസ് വിത്ത് സിംഗിൾ, ഡബിൾ ആൻഡ് മോർ റൂംസ്. ഇവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു? ഒറ്റ മുറിയുള്ള വീടുകളും ഉണ്ടായിരുന്നു, ധാരാളം മുറികളുള്ള വീടുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണ് എക്സാമിന് എഴുതാനുള്ളത്. സിംഗിൾ റൂംസ് ആൻഡ് എന്താണ് ഡബിൾ റൂംസ്, അതായത് ഒറ്റ മുറികളുള്ള വീടുകളും ഉണ്ടായിരുന്നു, ധാരാളം മുറികളുള്ള വീടുകളും ഇവർക്കുണ്ടായിരുന്നു. പിന്നെ മെനി സെറ്റ്സ് ബാത്ത് വെയർ കോമൺലി കൺസ്ട്രക്ടിങ് ഹൗസ്. എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു? കുളിപ്പുര ഉണ്ടായിരുന്നു. കുളിക്കാനുള്ള സംവിധാനം എല്ലാ വീടുകളിലും ബാത്ത് ഉണ്ടായിരുന്നു കോമൺലി. ദ സ്ലോപ്പ് ഓഫ് ദ പ്ലാറ്റ്ഫോം ബ്രിക്സ് ഓൺ ഫ്ലോർ റേസ്ഡ് ആൻഡ് അറൌണ്ട് പ്ലാറ്റ്ഫോം സ്മൂത്ത് ഫിനിഷിംഗ് പ്രൊവൈഡിംഗ് ഫ്ലവേഴ്സ് ആൻഡ് കോട്ടിംഗ് പ്ലാസ്റ്റർ ടാൻ. അതായത് പിന്നെ അത് മാത്രമല്ല, വീടിനുള്ളില് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു, ഒരു വലിയ കുളിപ്പുര അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം എന്ന് പറയും. ഈ മഹാസ്നാനഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്തിരുന്നത്? അവർക്ക് നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ വസ്ത്രം മാറാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ്. അതായത് ഇവർക്ക് മഹാസ്നാനഘട്ടം, വലിയ കുളിപ്പുര ഉണ്ടായിരുന്നു, വൃത്തിയും നല്ല ജലവും ഉണ്ടായിരുന്ന ഒരു വലിയ കുളം ഇവർക്ക് ഉണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി? കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 4 ചുറ്റും എങ്ങനെയായിരുന്നു? ബ്രിക്കുകൾ കൊണ്ട് അടുക്കിയതായിരുന്നു. 4 ചുറ്റും ബ്രിക്കുകൾ, ബ്രിക്ക് എന്ന് പറയുമ്പോൾ കല്ലുകൾ കൊണ്ട് അടുക്കിയ ഒരു എന്തായിരുന്നു? ഒരു കുളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ എന്ത് ചെയ്യാം? വസ്ത്രം മാറാനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ എന്താണ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ചോദിക്കാം. അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം ചോദിച്ചാൽ എങ്ങനെയൊക്കെ എഴുതണം? ടൗൺ പ്ലാനിങ് എഴുതണം, ഡ്രെയിനേജ് സിസ്റ്റം എഴുതണം, റൂംസ് ഒറ്റ റൂമുള്ളത് കൊണ്ട് മൾട്ടി റൂമുള്ള വീടുകൾ ഉണ്ടായിരുന്നു. വീടുകൾ എങ്ങനെയായിരുന്നു? ഹൈജീൻ ആയിരുന്നു. വീടുകൾ എങ്ങനെയായിരുന്നു? ശുചിത്വമുള്ളതായിരുന്നു അല്ലെ. പിന്നെ എന്താണ്? എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു? ബാത്തിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഗ്രേറ്റ് ബാത്തും ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജോദാരയിൽ. അതായത് കുളിക്കാനുള്ള വലിയ ഒരു കുളിപ്പുര ഉണ്ടായിരുന്നു. മഹാസ്നാനഘട്ടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ദ മെയിൻ സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ മെയിൻ സൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. ഹരപ്പ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? പഞ്ചാബിലാണ്. ഹരപ്പ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? പഞ്ചാബിലാണ്. മോഹൻജൊദാരോ എവിടെയാണ്? ലാർക്കാന. മോഹൻജൊദാരോ, ലാർക്കാന,
ധോളവിര എവിടെയാണ്? ഗുജറാത്ത്. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് എന്നോടൊപ്പം പറഞ്ഞ്. എന്താണ് ഹരപ്പ എന്ന് പറയുമ്പോൾ എവിടെയാണ്? പഞ്ചാബിലാണ്. മൊഹൻജൊദാരോ എന്ന് പറയുമ്പോൾ ലാർക്കാന, ധോളവിര എന്ന് പറയുമ്പോൾ ഗുജറാത്ത്, ബനവാലി എന്ന് പറയുമ്പോൾ ഹരിയാന. ബനവാലി ഹരിയാന. കാളിബംഗാൻ രാജസ്ഥാൻ. കാളിബംഗാൻ എവിടെയാണ്? രാജസ്ഥാനാണ്. ലോത്താൽ എന്ന് പറയുന്നത് ഗുജറാത്ത്. ലോത്താൽ ഗുജറാത്ത്. ചാൻഹുദാരോ പാകിസ്ഥാൻ. ചാൻഹുദാര എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ചു, മുത്ത് നിർമ്മാണത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലമാണ് അല്ലെ. ചാൻഹുദാര എവിടെയാണ്? പാകിസ്ഥാനിലാണ്. രാഗിഗന്ധി എവിടെയാണ്? ഹരിയാന. അലംഗീർപൂർ എവിടെയാണ്? ഉത്തർപ്രദേശ്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, മെയിൻ സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പ എവിടെയാണ്? ഇന്ന് കാണുന്ന ഹാരപ്പൻ എവിടെയാണുള്ളത്? പഞ്ചാബിലാണ്. ഹാരപ്പ എന്ന സ്ഥലം എവിടെയാണുള്ളത്? പഞ്ചാബിലാണുള്ളത്. മൊഹൻജൊദാരോ ലാർക്കാന, ധോളവിര ഗുജറാത്ത്, ബനവാലി ഹരിയാന, കാളിബംഗാൻ രാജസ്ഥാൻ. ഈ കാളിബംഗാൻ പറയുമ്പോൾ കറുത്ത വളകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കറുത്ത വളകൾ. അടുത്ത് ബനവാലി എന്ന് പറയുമ്പോൾ ഹരിയാന, കാളിബംഗാൻ രാജസ്ഥാൻ, ലോത്താൽ ഗുജറാത്ത്, ചാൻഹുദാരോ എവിടെയാണ്? പാകിസ്ഥാനാണ്. രാഗിഗന്ധി ഹരിയാന, അലംഗീർപൂർ ഉത്തർപ്രദേശ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഡിസ്കസ് ദ ഹാരപ്പൻ ട്രേഡ് സിസ്റ്റം. ഹാരപ്പൻ ട്രേഡ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു? The Harappan civilization had a complex trade system that involved importing raw materials and exporting agriculture products and finished goods, and Harappan exported for muslin cloth and important commodity. ട്രേഡ് സിസ്റ്റം ആണ് ചോദിക്കുന്നത്. ഇവിടെ വ്യാപാര ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, ഇവിടെ വ്യാപാര രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ദാറ്റ് ഇൻക്ലൂഡ് മെറ്റൽസ് ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ്. ഇവർക്ക് കല്ലുകൾ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ട്രേഡ് ആയിരുന്നു, വ്യാപാരമാണ് ഉണ്ടായിരുന്നത്. സീ റൂട്ടിലൂടെയും അതുപോലെ തന്നെ ലാൻഡ് റൂട്ടിലൂടെയും അവർ എന്ത് ചെയ്തു? വ്യാപാരം കൊണ്ടുപോയി. സീ റൂട്ടിലൂടെയും കൊണ്ടുപോയി, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ലാൻഡ് റൂട്ടിലൂടെയും കൊണ്ടുപോയി. പിന്നെ കടൽ മാർഗത്തിലൂടെ എന്ത് ചെയ്തു? കയറ്റുമതിയും ഇറക്കുമതിയും ഉണ്ടായിരുന്നു. ദ ട്രേഡ് പ്രാക്ടീസസ് ഓഫ് ഹാരപ്പ വെയർ യൂഷ്വലി ഡെൽറ്റ് വിത്ത് സ്റ്റോൺസ്, മെറ്റൽസ്, ഷെൽസ് എക്സെട്ര. ദ ട്രേഡ് ഡിഡ് നോട്ട് ഇൻവോൾവ് മോണിറ്ററി ആൻഡ് മെറ്റൽ മണി ട്രാൻസാക്ഷൻസ്. അല്ലെ, മെറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹരപ്പൻ ട്രേഡ് ബോത്ത് ആൻഡ് ലാൻഡ് സീ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കരമാർഗം ഉണ്ടായിരുന്നു, കടൽ മാർഗത്തിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നു? വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ദ ഹാരപ്പൻസ് ട്രേഡഡ് വിത്ത് ആൻഷ്യന്റ് മെസോപ്പൊട്ടേമിയ എസ്പെഷ്യലി ആൻഡ് പീപ്പിൾ ലിവിംഗ് സൗത്ത് ആൻഡ് രാജസ്ഥാൻ പ്രൊവൈഡ് സിൽവർ ആൻഡ് ഗോൾഡ്, സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ആൻഡ് കോപ്പർ. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാര ബന്ധം എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്താണ് പ്രോഡക്ട്സുകൾ എന്ത് ചെയ്തു? കടൽ മാർഗവും അതുപോലെ തന്നെ കരമാർഗവും അവർ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതിയും ചെയ്തിരുന്നു. അതാണ് ട്രേഡ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നാമത് നമ്മൾ നോക്കിയെന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഹരപ്പൻ സിവിലൈസേഷന്റെ എക്കോണമി നമ്മൾ നോക്കി. എങ്ങനെയാണ് എക്കോണമി എന്ന് പറയുമ്പോൾ? അവർക്ക് എന്താണ്, ട്രേഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ്, വാണിജ്യം ഉണ്ടായിരുന്നു, വ്യാപാരം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, പോട്ടറി ഉണ്ട്. അത് നമ്മളവിടെ നോക്കി. എന്തൊക്കെയാണ് അഗ്രികൾച്ചറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, അഗ്രികൾച്ചറിൽ റാബി ആയിരുന്നു പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത്. എന്താണ് വിള എന്ന് പറയുന്നത്? റാബി ആയിരുന്നു. പിന്നെ വിന്റർ ക്രോപ്സ് ആയിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? റാബിക്ക് പുറമെ എന്താണ്, ഗോതമ്പിന് പുറമെ പീ, അതുപോലെ തന്നെ ബാർലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? കൃഷി ചെയ്തിരുന്നു. അനിമൽസിനെ ഇണക്കി വളർത്തിയിരുന്നു അല്ലെ. ഷീപ്പ് എന്ന് പറയുമ്പോൾ ചെമ്മരിയാട്, ബഫല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ഇണക്കി വളർത്തുന്നു, പൂച്ചയൊക്കെ. പിന്നെ ഇവരെ എന്താണ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വേട്ടയാടുന്നത് ആരെയൊക്കെയായിരുന്നു? മാനിനെയും പിഗ്, പന്നീനെയൊക്കെ എന്ത് ചെയ്യും? വേട്ടയാടി ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ക്രാഫ്റ്റ് നമ്മൾ പഠിച്ചു. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊസീഡിങ്. ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. വെങ്കലത്തെക്കാളും കൂടുതലായിട്ട് എന്താണ് ഉപയോഗിച്ചിരുന്നത്? ചെമ്പാണ് ഉപയോഗിച്ചത്. പോട്ടറി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദ മോസ്റ്റ് കോമൺ പോട്ടറി ഒക്കേറിങ് അല്ലെ. ധാരാളം എന്താണ് കളിമൺ പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അത് കറുപ്പ് നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതും ഒക്കെ എന്ത് ചെയ്തു? ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്ത പോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാത്ത പ്ലെയിൻ പോട്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഡാർക്ക് റെഡിഷ് ആയിട്ടുള്ളത് അല്ലെ, ഡാർക്ക് റെഡിഷ് ആയിട്ടുള്ളതും ബ്ലാക്ക് ആയിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ പറയുന്നുണ്ട് എന്താണ് പോട്ടറി ക്ലിൻസൺ ഫൗണ്ട് എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയത്? മൊഹൻജൊദാരോയിൽ നിന്നും ഹരപ്പയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തു? പോട്ടറിയെ എന്ത് ചെയ്തു? കണ്ടെത്തിയിട്ടുണ്ട്.
ഓക്കെ. ഇനി എന്താണ് മെറ്റലർജി നോക്കി. ലോകശാസ്ത്രമാണ്. കോപ്പറിനെ കുറിച്ചും ഗോൾഡിനെ കുറിച്ചും ഒക്കെ അവർക്ക് അറിവുണ്ടായിരുന്നു. പിന്നെ വെപ്പൺസ്, അഗ്രികൾച്ചർ അല്ലെ, ചിസൽസ് അല്ലെ, പിന്നെ കാർപ്പൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ ഫിംഗർ റിങ്സ്, ബാംഗിൾസ്, കമ്മലുകള്, മാലകള്, വളകളും ഒക്കെ എന്ത് ചെയ്തു അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ലോഹശാസ്ത്രം എന്ന് പറയുന്നത്. ബീഡ് മേക്കിംഗ്. ബീഡ് മേക്കിംഗ് എന്താണ്? മുത്ത് നിർമ്മാണം. മുത്ത് നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇവർക്ക് മുത്ത് നിർമ്മാണത്തിന് ഏറ്റവും പ്രാധാന്യം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് ചാൻകുദാരോ എന്ന് പറയുന്നത്. ഈ സ്ഥലത്താണ് ചാൻകുദാരോ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മതവിശ്വാസങ്ങൾ നമ്മൾ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യനില്. അത് എന്തൊക്കെയാണ് മതവിശ്വാസം എന്ന് പറയുമ്പോൾ ഇവർക്ക് വർഷിപ്പ് ഓഫ് മദർ ഗോഡസ് ആണ്. ദൈവത്തെ, മാതൃദേവതയാണ് ആരാധിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഹിത എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ആരാധന ആലയമോ ആരാധന മൂർത്തിയോ ഒന്നുമില്ല. എല്ലാ പ്രകൃതിനെയും അതുപോലെ തന്നെ അനിമൽസിനെയും സെക്ഷൽ ഓർഗൻസിനെയും അതുപോലെ സ്റ്റോൺസിനെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? അനിമൽസിനെ മാത്രമല്ല പ്രകൃതിയിലുള്ള ശക്തികൾ, ഇടി, മിന്നൽ, കാറ്റ്, മഴ, വെയിൽ ഇതിനെല്ലാം ആരാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടും ഒരു ജീവിതമുണ്ട് എന്ന് അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തിൽ പുനർജനിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും അവർക്ക് ഇല്ലായിരുന്നു. ലോർഡ് ശിവയാണ് അവരുടെ ആരാധന മൂർത്തി എന്ന് പറഞ്ഞത്. പിന്നെ ആർക്കിയോളജിക്ക് നോക്കി. എന്താണ് അവരുടെ ടൗൺ പ്ലാനിങ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൗൺ പ്ലാനിങ്. ഒരു ഡ്രെയിനേജ് സിസ്റ്റം സൂക്ഷിച്ചിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഇവർക്ക് ഒരു ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ എല്ലാ വീടുകളും സിംഗിൾ റൂമോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ മുറിയുള്ള വീടും ഉണ്ടായിരുന്നു, മൾട്ടി റൂമുള്ള വീടുകളും ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ബാത്തിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പഠിച്ചു. പിന്നെ മഹാസ്നാനഘട്ടം മോഹൻജോദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം പേർക്ക് കുളിക്കാനുള്ള മഹാസ്നാനഘട്ടം വൃത്തിയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു. മെയിൻ സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പ എന്ന് പറയുമ്പോൾ എവിടെയാണ്? പഞ്ചാബിലാണ്. മോഹൻജോദാരോ ലാർക്കാനയിലാണ്. ഡോളവിര ഗുജറാത്ത്, ബനവാലി ഹരിയാന, കാളിബംഗ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ, ലോത്താൽ എന്ന് പറയുമ്പോൾ ഗുജറാത്താണ്, ചാൻകുദാരോ പാകിസ്ഥാൻ, രാഗി ഗന്ധി ഹരിയാന, അലംഗീർപൂർ ഉത്തർപ്രദേശ്. പിന്നെ ട്രേഡ് സിസ്റ്റം നമ്മൾ നോക്കി. ധാരാളം ട്രേഡ്, കടൽ മാർഗവും അതുപോലെ കരമാർഗവും, സീയും ലാൻഡും റൂട്ടും വഴി അവർ എന്ത് ചെയ്തു? കടൽ മാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും എന്ത് ചെയ്തു? ട്രേഡ് നടത്തിയിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ക്ലാസ് കേൾക്കുക, അതുപോലെ ടെസ്റ്റ് ഒന്ന് വായിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഈ നമ്പർ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.